ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബിസിനസ് മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. എയർ ബി എൻ ബി. 2007 3 ഫ്രണ്ട്സും ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ചെറിയൊരു കൺസെപ്റ്റ് ആണ് എയർ ബി എൻ ബി. ഈ ഒരു കൺസെപ്റ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കൺസെപ്റ്റ് പോലെ ആയിരുന്നില്ല. ഇത് ആദ്യമേ തന്നെ ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് വന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റ് വളരെ സിമ്പിളാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബി എൻ ബിയുടെ 3 ഓണേഴ്സും ചേർന്ന് ഉണ്ടാക്കിയ ഒരു നോർമൽ ഐഡിയ ആയിരുന്നു. എല്ലാ ഹോട്ടൽസും ബുക്കിംഗ് ഫിനിഷ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള എല്ലാ റൂമുകളിലും ഓരോ ആൾക്കാർ എക്സ്ട്രാ ഒരു ബെഡ് ഇട്ട് $8 സ്റ്റേ ചെയ്യിക്കാൻ എക്സ്ട്രാ സ്റ്റേ ചെയ്യിക്കുന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു ഇവർ ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഇതിന്റെ ഒരു സക്സസ് പോസിബിലിറ്റി കുറവായതുകൊണ്ടായിരിക്കാം ഇതിന്റെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ റിജക്ട് ചെയ്ത് കളഞ്ഞു. അത് മാത്രമല്ല, ഈ ഒറ്റ റീസണും കൊണ്ട് ഈ ഒരു കമ്പനിക്ക് ലോസ് $30,000 ക്രെഡിറ്റ് ലോസ് വന്നു. ടൈമിലായി US അമേരിക്കൻ ഇലക്ഷൻ വരുന്നത്. ഒബാമയും മെക്കീനും ആയിരുന്നു ആ സമയത്ത് മെയിൻ കാൻഡിഡേറ്റ്സ്. എയർ ബി ബിയുടെ ഓണേഴ്സ് ഒരു വളരെ ബ്രില്യന്റ് ആയിട്ട് ഒരു ഐഡിയ ചെയ്ത് നോക്കി. ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സീരിയൽ പാക്കറ്റ്സിന്റെ കവർ ചേഞ്ച് ചെയ്തിട്ട് അതിൽ ഒബാമയുടെയും മെക്കീന്റെയും ഫോട്ടോ വെച്ചിട്ട് അവരുടെ ഒരു പിക്ചർ വെച്ചിട്ട് ഒരു കാർട്ടൂൺ ആയിട്ടുള്ള പിക്ചർ വെച്ചിട്ട് അവരത് സെയിൽ ചെയ്തു തുടങ്ങി. $4 വിറ്റുകൊണ്ടിരുന്ന സീരിയൽ പാക്കറ്റിന് അവർ $40 വിൽക്കാൻ ട്രൈ ചെയ്തു. ആദ്യം വളരെ സ്ലോലി ആയിരുന്നു അവരുടെ ആ ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ തന്നെ അവരുടെ എല്ലാ പാക്കേജും അവരുടെ എല്ലാ സീരിയൽ പാക്കറ്റ്സും വിറ്റുപോയി എന്നല്ല, അവരുടെ കംപ്ലീറ്റ് $30,000 ക്രെഡിറ്റ് ലോസും കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ അവരുടെ എല്ലാ കടങ്ങളും കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തു. അതിനുശേഷം അവര് വീണ്ടും സെയിം കൺസെപ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഇൻവെസ്റ്റർ തേടിപ്പോയി. അങ്ങനെ അവർ പിച്ച് ചെയ്യാൻ പോയത് പോൾ ഗ്രഹാം, അമേരിക്കയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടൊരു എന്റർപ്രണർ ആയിരുന്നു. ഹീസ് എ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആസ് വെൽ ആസ് എ ബെസ്റ്റ് എന്റർപ്രണർ. പോൾ ഗ്രഹാമിന്റെ അടുത്ത് അവർ ഈ കംപ്ലീറ്റ് കൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ $8 ഓരോ റൂമിലും റൂംസ് ഫിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആളെ സ്റ്റേ ചെയ്യാമെന്ന്. അത് കേട്ട പോൾ ഗ്രഹാം വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് കേട്ടില്ലെങ്കിലും ഫൈനൽ അത് കേട്ടതിന് ശേഷം ഫൈനൽ പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു $4 സീരീസ് $40 വെറും വീക്സിനുള്ളിൽ വെറും ഫ്യൂ ഡേയ്സിനുള്ളിൽ വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരാളെ സ്റ്റേ ചെയ്ത് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആ കൺസെപ്റ്റ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും അവർ ആ കൺസെപ്റ്റിന് വർക്ക് ചെയ്തു. അങ്ങനെ അവർ കൺസെപ്റ്റ് വർക്ക് ചെയ്ത കമ്പനിയാണ് എയർ ബി എൻ ബി. ആ ഒരു കൺസെപ്റ്റിന് വർക്ക് ചെയ്ത അന്നത്തെ എയർ ബി എൻ ബിയുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ $50 ബില്യൺ ആണ്.